നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ അമ്മേ മോളെ ശ്യാമേ, അവൾ എഴുന്നേറ്റെന്ന് തോന്നുന്നു. ഒന്ന് നോക്കിയേ. അമ്മേ, ഞാൻ നോക്കാമേ. വല്യച്ചി, അയ്യോ വല്യച്ചി, അയ്യോ ഇതെന്ത് പറ്റി വല്യച്ചി? ശ്യാമേ, എന്ത് പറ്റി വല്യച്ചി? ശ്യാമേ, എഴുന്നേക്ക്. അമ്മേ, എന്താടി? അയ്യോ മോളെ, വല്യച്ചി വീണമ്മേ. അയ്യോ വല്യച്ചി, വല്യച്ചി, ചേച്ചി എണീക്ക്. അയ്യോ മക്കളെ, ഷാരി ചേച്ചി എഴുന്നേക്ക്. അമ്മ എഴുന്നേക്ക് മോളെ. അമ്മ എന്ത് പറ്റിയടാ? എന്ത് പറ്റിയത്? എന്താ അമ്മയോ? എന്താ എന്താടി? അയ്യോ അമ്മയോ? വലിയച്ചി, വലിയച്ചിക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇല്ല ഇല്ല, എല്ലാം ചിതറി ചിതറി കാണുന്ന പോലെ. നിങ്ങളെല്ലാം കൂടിക്കൊഴിഞ്ഞ്. എന്താടി? മോളെ, മോളെ, അതൊരു ഭയങ്കര കുഴപ്പമുള്ള കീടനാശിനിയ ശാരദാമ്മ. തെങ്ങുകളെ രക്ഷിക്കുന്നതാണെങ്കിലും അതിലെ ഒരു കെമിക്കൽ മാരക വിഷമാണ്. ആ കെമിക്കൽ ഏതെങ്കിലും ആന്തരിക അവയവത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാനിടയുണ്ട്. എന്താ എന്തിനാ അമ്മ ഷാമിയൊക്കെ കരയുന്നേ? വല്യേച്ചി മോളെ, നീ എന്നെ ഒന്ന് നോക്ക്. കാണുന്നില്ലേ നിനക്ക്? നേരെ നോക്ക് മോളെ. മോളെ, മോളെ ശ്രമിക്കടി. അമ്മ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അയ്യോ എന്റെ കാഴ്ച പോയതാണോ അമ്മ? അമ്മ അമ്മ, എനിക്കിങ്ങനെ കാണാൻ പറ്റില്ല അമ്മ. അമ്മ മോളെ, മോളെ, എന്നെ എന്തിനാ വിഷം കഴിച്ചപ്പോ ചികിത്സിച്ചത്? ചത്തുപോട്ടെന്ന് കരുതിയ പോരായിരുന്നോ? ഇങ്ങനെ ജീവിച്ചതിൽ ബലത്താണ് അമ്മ. പൊന്ന മോളെ, നിനക്കൊന്നുമില്ലടി, ഒന്നുമില്ല. അമ്മ മോളെ, മോളെ, നീ ഒന്നുകൂടെ ഒന്ന് ശ്രമിക്ക്. നേരെ കാണുന്നുണ്ടോ നോക്ക്. ഇല്ലമ്മ. അബദ്ധം പറ്റിപ്പോയി നല്ലടാ. ഞാൻ ആദ്യം എന്റെ പല്ല് പോയെന്ന് പറഞ്ഞപ്പോ നിന്റെ ഭാര്യ എന്തോ ഒലത്തിയ ന്യായം പറഞ്ഞല്ലോ. ഇപ്പൊ അത് അബദ്ധമായി അറടാ. സാറേ പ്ലീസ് പ്രശ്നമാക്കരുത്. പ്രശ്നം ഉണ്ടാക്കൂടാ, പ്രശ്നമാക്കും.
ആളെ കൊല്ലാനായിട്ട് നീയൊന്നും ഇവിടെ ഹോട്ടൽ നടത്തണ്ട. ഫുഡ് സേഫ്റ്റിയിലും പോലീസിലും എനിക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലായിടത്തും ഞാൻ പരാതി കൊടുക്കും. അതൊന്നും വേണ്ടടാ. നിന്റെ ഈ തല്ലിപ്പൊഴി തട്ടുകട തല്ലി തകർത്ത് തീയിടാൻ ഇവിടുത്തെ നാട്ടുകാർ മതി. ഇപ്പൊ തന്നെ പൂട്ടി കെട്ടിക്കുമല്ല, അതാ നിനക്ക് നല്ലത്. വരുന്നത് വിഷ്ണു, എന്റെ മകന്. ആൾക്കാർ വട്ടപ്പേരിട്ട് വിളിക്കുന്ന ബ്ലേഡ് സത്യഭാമയുടെ മകൻ. മൂർച്ച കൂടും. എന്താ സാറ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഒന്ന് കേൾക്കാനില്ലടാ. സാറേ എന്താ വണ്ടി എടുക്ക. നീ മാറി. നിനക്കറിയോടെ? പിന്നെ ഇവനല്ലേ തൊട്ടപ്പുറത്തെ തൃപ്തി ഹോട്ടൽ ഓണർ. ഇത്തവണത്തേക്ക് ക്ഷമിച്ചു, ഞാൻ പോട്ട്. ഇത്തിരി തിരക്കുണ്ട്. സാർ അങ്ങനെയോട് പോയാലോ? സാറിന് തിരക്കുണ്ടെന്നറിയാം. എന്നാലും ഞാൻ തൊഴുത് പറഞ്ഞിട്ടും വിടാതെ കത്തിക്കയറാൻ സമയം ഉണ്ടായിരുന്നല്ലോ. ഇനി എനിക്ക് വേണ്ടി കൂടി കുറച്ചുകൂടി സമയം മാറ്റി വയ്ക്കേ. അല്ല, അത് പിന്നെ എനിക്കെതിരെ പോലീസിലും ഫുഡ് സേഫ്റ്റിയിലൊക്കെ കംപ്ലൈന്റ് ചെയ്യണ്ടേ? സാറിന് ഈ കട തല്ലി തകർത്ത് തീയിടണ്ടേ? എന്തുവാണ് കമല സംസാരിച്ചിരിക്കണൂടെ? സാറ് പറയട്ടെ. പറ സാറേ. അത് ഞാനൊരു ആവേശത്തിന്. ആ, എന്നാലേ ഇതെന്റെ ഒരു ആവേശത്തിനാ. വെച്ചോ. ഇവനൊറ്റ ഒരുത്തം പാര വെച്ചിട്ടോ ഷാജഹാന്റെ കച്ചവടം കുറഞ്ഞതും കട പൂട്ടി പോകേണ്ടി വന്നതും. ആണാ? എന്നാ വകുപ്പില് ഒരെണ്ണം കൂടി. പറ്റിപ്പോയി, ഇനി ആവർത്തിക്കില്ല. എന്നെ മാനം കെടുത്തരുത്. ഇനി ഈ ഏരിയയിൽ വരില്ല ഞാൻ. വേണമെങ്കിൽ എന്റെ കടയും കൂടെ പൂട്ടിക്കൊള്ളഞ്ഞ. നീ കടയൊന്നും പൂട്ടണ്ട. വിഷ്ണുവിനുള്ളത് വിഷ്ണുവിന്, ബാബുവിനുള്ളത് ബാബുവിന്. എങ്ങനെ? മനസ്സിലായോ സാറേ? തൃപ്തിയായോ സാറേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.